തിരുവചനം തിരുവചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഉൽപ്പത്തിയുടെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ തിരുവചനത്തിൽ കായേനോട് ദൈവം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നീ എന്താണ് ചെയ്തത്? നിൻ്റെ സഹോദരൻ എവിടെയെന്ന് 4:9 ചോദിച്ചതിന് ശേഷം എന്തു ചെയ്തു എന്നൊരു ചോദ്യം ദൈവം കായേനോട് ചോദിക്കുക. നമുക്കും ഒരു നിമിഷം കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച്, ദൈവമേ, രഹസ്യങ്ങളെല്ലാം മനുഷ്യൻ്റെ കണക്ക് പുസ്തകത്തിലുള്ളതാണെങ്കിൽ നിൻ്റെ മുൻപിൽ ഒന്നും മറഞ്ഞിരിക്കുന്നില്ലല്ലോ. എല്ലാം വെളിപ്പെടുന്ന, എല്ലാം വെളിച്ചത്ത് വരുന്ന അവിടുത്തെ സന്നിധാനത്തിൽ നല്ല കൃപയുള്ള, അഭിഷേകമുള്ള, സ്വർഗത്തിൻ്റെ അടയാളപ്പെടുത്തലുകൾ നെഞ്ചിൽ പേറി നടക്കുന്ന നല്ല മകനായി, മകളായി ജീവിക്കാൻ കൃപ തരിക. അവിടുത്തെ തിരുമുമ്പിൽ ഈ വചനത്തോട് ബന്ധപ്പെടുത്തിയ ചിന്തയും വിചാരങ്ങളും സ്വീകരിക്കാൻ ഹൃദയനിലങ്ങളെ ഒരുക്കുക. ആഗ്രഹത്തോടെ, പ്രാർത്ഥനയോടെ അമ്മയോടും വിശുദ്ധരോടും ചേർന്ന് നമുക്ക് ഈ നിമിഷങ്ങളിൽ ആയിരിക്കാം. ഈശോയിലേറ്റവും സ്നേഹമുള്ളവരെ, തിരുവചനം ഇവിടെ ഓരോരുത്തരോടും ചോദിക്കുകയാണ്, നീ എന്താണ് ചെയ്തത്? ചോദ്യത്തിൻ്റെ പശ്ചാത്തലം നമുക്ക് പരിചിതമാണ്. ആബേലിൻ്റെ ബലിയർപ്പണം ദൈവം സ്വീകരിക്കുകയും കായേൻ അതിൽ അസ്വസ്ഥനാവുകയും അസൂയ പൂണ്ടവനായി മാറുകയും ദൈവം കായേനോട് പാപം നിൻ്റെ പടിവാതിൽക്കൽ പതിയിരിക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടും കായേൻ തൻ്റെ ജീവിതത്തിൽ അത് തിരിച്ചറിയാതെ സഹോദരനെ ഇല്ലായ്മ ചെയ്ത്, ഞാനാണോ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരൻ എന്ന ചിന്തയെ ഉള്ളിൽ പേറിയിട്ട് ഈ പാപാപരാധങ്ങളെ ഒളിച്ചു വയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടായിരിക്കുമ്പോൾ സ്വർഗം ചോദിക്കുന്ന ചോദ്യം ഇതാണ്, നീ എന്താണ് ചെയ്തത്? ഒരുപക്ഷെ ഓരോ വ്യക്തിയോടും സ്വർഗവും ദൈവവും ചോദിക്കുന്നൊരു ചോദ്യം, ഏത് പ്രവൃത്തികളുടെ ഒടുവിലും നമ്മുടെ തമ്പുരാൻ ചോദിക്കുന്നൊരു ചോദ്യം, നീ എന്താ ചെയ്തേ? വളരെ സ്വാഭാവികമായൊരു ചോദ്യമായി നമുക്കത് തോന്നിയാലും ഹൃദയാന്തരാളത്തിൽ അവബോധങ്ങളെ തൊട്ടുണർത്താൻ കഴിയുന്ന ഒരു ചോദ്യമാണിത്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, നിൻ്റെ പ്രവൃത്തികളെ മുഴുവനും കണ്ടൊരു വ്യക്തി അതിൻ്റെ സമസ്ത പ്രത്യേകതകളും മനസ്സിലാക്കിയിട്ട് ബാഹ്യമായ കാര്യങ്ങൾ മാത്രമല്ല ആന്തരികതയെപ്പോലും ഉൾക്കൊണ്ടുകൊണ്ട് ചോദിക്കുന്നൊരു ചോദ്യം, ഉള്ളിൽ പേറുന്നൊരു ആകുലത, അതിൻ്റെ അർത്ഥതലങ്ങളെ നമ്മളൊന്ന് മനസ്സിലാക്കണം നല്ലത്. മനുഷ്യരൊക്കെ ഒരുപക്ഷെ ചോദിക്കുന്ന ചോദ്യത്തിനകത്ത് കാര്യങ്ങൾ വ്യക്തമാകാൻ വേണ്ടിയിട്ടുള്ള അന്വേഷണത്തിൻ്റെ, അല്ലെങ്കിൽ അത് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹത്തിൻ്റെ അടയാളങ്ങളെ ഉള്ളുവെങ്കിൽ ദൈവത്തിൻ്റെ ചോദ്യത്തിന് നാം ഒക്കെ ചിന്തിക്കുന്നതിനും ഉപരിയായിട്ടൊരു വലിയ സ്വാധീനവും ശ്രദ്ധേയമായ ചില അർത്ഥതലങ്ങളുമുണ്ട് എന്നറിയണം. നീ എന്ത് ചെയ്തു എന്ന് കായേനോട് ദൈവം ചോദിക്കുമ്പം, പ്രകൃതിയിൽ അന്നോളം സംഭവിക്കാനായിട്ട് ദൈവം സ്വപ്നത്തിൽ പോലും കരുതാത്ത വിധമുള്ള കൊലപാതകത്തിൻ്റെ, സഹോദര ജീവിതത്തിൻ്റെ കാവൽക്കാരനാകുന്നവൻ അവൻ്റെ അന്ധകനായി മാറുന്ന, അവൻ്റെ ജീവിതത്തെ അവസാനിപ്പിക്കുന്ന വലിയ ദുരന്തത്തിൻ്റെ അവസ്ഥയെ പേറിക്കൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കുക. ഒരുപക്ഷെ ഈ ചോദ്യത്തിൻ്റെ പുറകിൽ തിരുവചനം നമ്മുടെ ഉള്ളിലേക്ക് കുത്തിവെക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നാമത്തെ ഒരു ചിന്ത, ഒരു അവബോധത്തിൻ്റെ മനുഷ്യനായി ജീവിക്കണം. പലപ്പോഴും നമ്മൾ നീ ആരാ എന്നൊക്കെ ചോദിക്കുമ്പം ജോലി ഇന്നതാണെന്നോ, ഇന്ന സ്ഥലത്തുനിന്ന് വരുന്നെന്നോ, അല്ലെങ്കിൽ ജീവിതത്തോട് ബന്ധപ്പെടുത്തി ഏതെങ്കിലുമൊക്കെ പറയുമ്പം തമ്പുരാൻ്റെ ചോദ്യം അങ്ങനെയല്ല. യഥാർത്ഥത്തിൽ നിന്നെ മുഴുവനായിട്ടു കാണുന്ന, സമഗ്രതയിൽ നിന്നെ മനസ്സിലാക്കുന്ന ഒരു ദൈവത്തിൻ്റെ മുമ്പിൽ നീ ആര് എന്നതാണ്. ദൈവമൊരു കണ്ണാടിയാണ് എങ്കിൽ ഈ കണ്ണാടിക്ക് മുമ്പിൽ നിന്നെ കൃത്യതയോടുകൂടിയിട്ട് പ്രതിഫലിപ്പിക്കാൻ, നിൻ്റെ പ്രതിധ്വനികൾ ഉണ്ടാകാൻ തക്ക വിധമുള്ള ഒരു സംവിധാനത്തിനകത്താണ് നീ എന്ന് തിരിച്ചറിയണം. പ്രപഞ്ചം ദൈവത്തിൻ്റെ കണ്ണാടിയായതുകൊണ്ട് നിനക്കൊന്നും മറച്ചു വയ്ക്കാനാവില്ല. പ്രപഞ്ചം ദൈവത്തിൻ്റെ സൃഷ്ടി വൈഭവത്തിൻ്റെ മകുട ഉദാഹരണമായതുകൊണ്ട്
ദൈവം ആഗ്രഹിക്കുന്ന പോലെ, സ്രഷ്ടാവ് ആഗ്രഹിക്കും പോലെ പ്രകൃതിയും പ്രപഞ്ച സത്യങ്ങളും പ്രവർത്തിക്കും എന്നുള്ളത് കൊണ്ട് നിനക്കൊന്നും മറച്ചു വയ്ക്കാനാവില്ല. സെമിനാരിയിലൊക്കെ പഠിക്കുന്ന കാലത്ത് ആത്മീയ പിതാക്കന്മാർ ഞങ്ങളോടൊക്കെ പറഞ്ഞിരുന്ന ശ്രദ്ധേയമായൊരു കാര്യം, സെമിനാരിക്കൊരു പരിശുദ്ധിയുണ്ട്. അവിടെ പരിശീലനം സ്വീകരിച്ച് രൂപപ്പെടുന്നത് പൗരോഹിത്യവും സമർപ്പിത ജീവിതവുമൊക്കെ ആയതുകൊണ്ട് ആ ഒരു പരിശുദ്ധിക്കിണങ്ങാത്ത പ്രവൃത്തികളൊക്കെ അവിടെ ഏതെങ്കിലും വിധത്തിൽ നിറവേറ്റപ്പെട്ടാൽ അവിടെ ദൈവം തന്നെ അത് വെളിച്ചത്ത് കൊണ്ടുവരും. കുറച്ചും കൂടെ വ്യക്തമായിട്ട് ചിലരൊക്കെ പറയും, അവിടുത്തെ ചുമരുകൾ പോലും, അവിടുത്തെ നിർജീവങ്ങളെന്ന് കരുതുന്ന വസ്തുക്കൾ പോലും ചില കള്ളത്തരങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരും, കള്ളികൾ വിളിച്ചു പറയും. ഇത് നമ്മൾ അന്ന് മനസ്സിലാക്കിയിരുന്നില്ലെങ്കിലും ആത്മീയതയുടെ തുറവിയിൽ നമുക്കൊരു ബോധ്യം കിട്ടുന്നു. ഇപ്പം ഇത് വിശ്വസിക്കാൻ പറ്റും. ദൈവത്തോട് ചേർന്ന് ദൈവത്തിൻ്റെ ചിന്തകളെയും വികാരങ്ങളെയും ആഗ്രഹങ്ങളെയും മനസ്സിലാക്കി ജീവിക്കുന്നവൻ്റെ മുഴുവൻ സവിശേഷതകളെയും ദൈവത്തിന് അറിയാൻ, വായിച്ചെടുക്കാൻ പറ്റും. ആത്മീയ ശുശ്രൂഷയിലൊക്കെ, കൗൺസിലിംഗ് മേഖലയിലൊക്കെ ഒരുപാട് പേര് അവൻ്റെ മനസ്സ്, അവൻ്റെ ഉള്ളിലെ ആഗ്രഹങ്ങൾ, ബോധ അബോധ ഉപബോധ മനസ്സിൽ ഒളിഞ്ഞും തെളിഞ്ഞും കിടക്കുന്ന മുഴുവൻ കാര്യങ്ങളെയും ഒപ്പിയെടുക്കുമ്പം ആദ്യമൊന്നും അതിൻ്റെ അർത്ഥതലങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റിയില്ലെങ്കിൽ ഇന്ന് അത് ബോധ്യമുണ്ട്. കാരണം ദൈവത്തിന് ഇന്നലകളും ഇന്നും നാളെയും ഒന്നുമില്ല. ഏതൊരു വ്യക്തിയുടെ ജീവിതത്തെക്കുറിച്ചും പകൽ പോലെ വെളിച്ചത്തിൽ കാര്യങ്ങൾ അറിയാവുന്നൊരു തമ്പുരാൻ നമ്മളോട് ഓർമ്മപ്പെടുത്തുകയാണ്, നീ എന്നും ജീവിക്കേണ്ടത് ദൈവം അവബോധത്തോടു കൂടിയിട്ട് നിന്നെ കാണുന്നുവെന്ന തിരിച്ചറിവോട് കൂടിയിട്ട്. ഏതൊരു പ്രവൃത്തിയുടെ പുറകിലും ഈ ഒരു ഓർമ്മപ്പെടുത്തൽ, ദൈവം നിന്നെ കാണുന്നു എന്ന ഒരു ചിന്ത, ദൈവം നിന്നെ ശ്രദ്ധിക്കുന്നു എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ ഉള്ളിൽ പേറിയാൽ നമ്മുടെ ജീവിതത്തിന് വലിയ മാറ്റമുണ്ടാകും. ഇരുളിൻ്റെ മറവിലും രാത്രിയുടെ അല്ലെങ്കിൽ അടച്ചിട്ട വാതിലിൻ്റെ പുറകിലുമൊക്കെ ഒരുപാട് അപരാധത്തിൻ്റെ പിഴയുടെ വഴികളിലൂടെ കടന്നു പോകുന്നവരോട് തമ്പുരാൻ ഇന്ന് ഈ തിരുവചനത്തിലൂടെ ചോദിക്കുകയാണ്, നീ ഒളിച്ചിരിക്കുമ്പോഴും ഇരുട്ടിലായിരിക്കുമ്പോഴും മറവിലായിരുന്നു കൊണ്ട് ചെയ്യുന്നതുമൊക്കെ ദൈവം കാണുന്നില്ലേ എന്ന ചോദ്യം. അതുകൊണ്ട് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവം കാണുന്നത് പോലെ കാണാനുള്ള ഒരു തുറവിയിലേക്ക് നമ്മൾ വളരേണ്ടതുണ്ട്. ദൈവം കാണുന്നത് പോലുള്ള ദർശന ഭാഗ്യ അനുഭവത്തിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട്. ഈ വചനം നൽകുന്ന ഒരു രണ്ടാം ഭാഗം അതാണ്. ദൈവം കാണുന്നു അവബോധങ്ങളോടുകൂടെ എന്നറിയുമ്പം അപ്പനും അമ്മയും ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ തുടർ പ്രവൃത്തികൾ ചെയ്യാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. ഇന്നിപ്പം മാതാപിതാക്കൾ മക്കളുടെ പ്രവൃത്തികൾ കാണുന്നില്ല എന്നൊരു സങ്കടമുണ്ട്. മക്കളെ മാതാപിതാക്കൾ അറിയുന്നില്ല എന്നൊരു ഭാരമുണ്ട്. അറിയാൻ, അവർക്ക് പിടുത്തം കൊടുക്കാൻ മക്കൾ തയ്യാറുമാകുന്നില്ല. ഈ ഒരു ചിന്തയെ ദൈവത്തിനു മുമ്പിൽ ധ്യാനമാക്കിയപ്പം എൻ്റെ ഉള്ളിൽ തമ്പുരാൻ തന്നൊരു ഓർമ്മപ്പെടുത്തൽ, ഈ മക്കളെ ദൈവത്തിൻ്റെ മകനായി മകളായി, ഖലീൽ ജിബ്രാൻ പറയും പോലെ ദൈവത്തിൻ്റെ മകനായും മകളായും താൽക്കാലികമായി കുറച്ചു നാളത്തേക്ക് നോക്കാൻ കിട്ടുന്ന ഈ മക്കളുടെ ജീവിതത്തെ ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിലൊന്ന് നോക്കിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തിരിച്ചറിയും, ഈ മക്കൾ വഴിമാറുമ്പം, വഴിതെറ്റുമ്പം, വഴിതെറ്റാൻ തുടങ്ങുമ്പം നമുക്കറിയാൻ പറ്റുമായിരുന്നു. ഈ കഴിഞ്ഞ നാളിൽ ഒരപ്പൻ മകളിങ്ങനെ തന്നിഷ്ടപ്രകാരം വീട് വിട്ടിറങ്ങി മറ്റൊരുവൻ്റെ കൂടെ പോയപ്പം അപ്പൻ അമ്മയ്ക്ക് കൊടുത്ത ഉപദേശം എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവർ പറഞ്ഞു, ഒരു കുട്ടിയെ, ദൈവം തന്നൊരു കുഞ്ഞിനെ 10-24 വയസ്സ് വരെ വളർത്തി. വേദനയോടെ ആണെങ്കിലും ഈ അപ്പം പറയാണ്, ദൈവം നമുക്ക് നോക്കാൻ നൽകിയ ഒരു മകളെ 24 വയസ്സ് വരെ വളർത്തി. അവൾ പഠിക്കാൻ വേണ്ടി ബാംഗ്ലൂർ പോയി, അവൾ കൊറോണ വന്നു മരിച്ചു എന്നും കരുതിക്കൊള്ളാൻ പറഞ്ഞു. കേൾക്കുമ്പം ലഘുവായി തോന്നുമെങ്കിലും ആ മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ഭാരം നമുക്ക് മനസ്സിലാകും. ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം, മാതാപിതാക്കൾ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൻ്റെ തുടർച്ചയുടെ ഭാഗമാകുന്നവർ ഈ മക്കൾ എന്തു ചെയ്യുന്നു എന്ന് അറിയാൻ തക്ക വിധം അവരും മക്കളും തമ്മിൽ ആഴമുള്ള ദൈവത്തിനും യേശു തമ്പുരാനും ഇടയിലുണ്ടായിരുന്ന ബന്ധം പോലെ, ഞാനും എൻ്റെ പിതാവും ഒന്നായിരിക്കും പോലെ, ഞാനും എൻ്റെ പിതാവും ഒന്നായിരിക്കും പോലെ ഈശോ ആവർത്തിച്ച് പറഞ്ഞിരുന്നൊരു കാര്യമാണ്. പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുക തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാം ആണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് പങ്കുവെച്ച ഈശോ നമ്മളോടും പറയുകയാണ്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഈ
ദൈവത്തിൻ്റെ കണ്ണാടിക്ക് മുമ്പിലാണെന്നുള്ള അവബോധത്തോടെ ജീവിക്കണം. ഒപ്പം രണ്ടാമത്തെ കാര്യം, മാതാപിതാക്കളിലേക്ക് ദൈവം ഈ അവബോധത്തിൻ്റെ കൃപ കൈമാറിയിട്ടുണ്ട് എന്നറിയണം. ഈ ഒരു തിരിച്ചറിവ് ഇത് മാതാപിതാക്കൾ ആർജിച്ചെടുക്കണം. എനിക്കറിയാം അങ്ങനെയുള്ള ആളുകളെ, മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുകയും അവരുടെ ആത്മീയ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിഷ്ഠയുള്ള നിലപാടുകൾ എടുക്കുകയൊക്കെ ചെയ്തിട്ട് ചില അമ്മമാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എൻ്റെ മക്കൾ വഴിതെറ്റാനായിട്ട് ദൈവം അനുവദിക്കില്ല. കാരണം അടിസ്ഥാനപരമായ വിശ്വാസത്തിൻ്റെ മേഖലയിൽ, അടിസ്ഥാനപരമായ ആത്മീയതയിൽ ഒരു കുറവും ഞാൻ അവർക്ക് വരുത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, അവരുടെ ജീവിതത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും സമയബന്ധിതമായി ക്രമപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നും വിശുദ്ധ കുർബാനയിൽ പ്രഭാതത്തിൽ പങ്കെടുത്ത് മക്കളെ തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് ചേർത്ത് കൊടുക്കും. അവർക്ക് കുർബാനയിൽ പങ്കെടുക്കാൻ സാധ്യതയില്ലാതായിരിക്കുമ്പോൾ ജപമാല ചൊല്ലി പരിശുദ്ധ അമ്മയുടെ ജപമാലയിൽ ഇവരെ ചേർത്തു കെട്ടിവെക്കും. ഈ രണ്ട് ആത്മീയ കർമ്മങ്ങളും ചെയ്യുന്നത് കൊണ്ട് ഉറപ്പിച്ച് പറയാൻ പറ്റും മക്കളുടെ ജീവിതം വഴിതെറ്റില്ല എന്ന്. കാരണം ദൈവത്തിൽ നിന്നും ഈ മാതാപിതാക്കൾ ഈ കായേനോട് ദൈവം ചോദിച്ച ചോദ്യത്തിൻ്റെ ആധികാരികതയും അഭിഷേകവും നേടിയെടുക്കുക. നീ എന്തു ചെയ്യുന്നു? നീ എന്തു ചെയ്യുന്നു? ഇങ്ങനെ ദൈവത്തോട് ബന്ധം പുലർത്തിക്കൊണ്ട് മക്കളുടെ ജീവിതത്തിൽ അവരുടെ വഴിതെറ്റലുകളും അവരുടെ അപജയങ്ങളുമൊക്കെ കണ്ടുപിടിച്ച് കൃത്യതയോട് കൂടിയിട്ട് അനുഗ്രഹം പ്രാപിച്ച ജീവിതങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് മാതാപിതാക്കളെ ഈ വിഷയത്തോട് ബന്ധപ്പെടുത്തി ദൈവത്തിൻ്റെ ആ ഒരു കൃപാഭിഷേകം ഈ ആധുനിക കാലഘട്ടത്തിൽ മാതാപിതാക്കൾ സ്വന്തമാക്കണേ. കാരണം യാതൊരു ബന്ധവുമില്ല, ഞാൻ അവനെ കണ്ടിട്ട് പോലുമില്ല, അവളെ ഞാൻ അറിയേയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പനെയും അമ്മയെയും ഒരു മനസ്സാക്ഷിക്കുത്തും കൂടാതെ വേദനിപ്പിച്ച് വളരെ ലാഘവത്തോടുകൂടെ കടന്നു പോകുന്ന ജീവിതങ്ങളുടെ വൻ നിര, പ്രത്യേകിച്ചും ഈ ലോക്ക്ഡൗണും കോവിഡും ഒക്കെ വരുത്തിയ ഒരു വലിയ ആഫ്റ്റർ ഇഫക്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മക്കളൊക്കെ നമ്മളിൽ നിന്ന് ദൂരെ ആയിരിക്കും കൂടെ ചെയ്യുമ്പം പണ്ടൊക്കെ അവർക്കും നമുക്കുമിടയിൽ ബന്ധത്തെ രൂപപ്പെടുത്താനായിട്ട് കഴിയുന്നൊരാത്മീയത, പ്രത്യേകിച്ച് ഒരു പള്ളിയിൽ പോകുന്നു, കുമ്പസാരിക്കുന്നു, ആത്മീയ കാര്യങ്ങൾ ചെയ്യുന്നു, അങ്ങനെയൊക്കെ ചെയ്യുമ്പം അറിയാതെ നമ്മൾ പ്രാർത്ഥിക്കുക കൂടെ ചെയ്യുമ്പം ഈ മക്കൾക്കും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾക്കും ഇടയിൽ ഒരു നെറ്റ്വർക്ക് കണക്ഷൻ ഉണ്ടാവും. നല്ല ഉദാഹരണം പറഞ്ഞാൽ, ഇവിടെ എത്ര വില കൂടിയ മൊബൈൽ ഫോൺ ഉപയോഗിച്ചാലും നെറ്റ്വർക്ക് ഇല്ലാതെ പോയാൽ, അതിനകത്ത് ആക്ടിവേഷനുള്ള സിം ഇല്ലാതായാൽ നമ്മുടെ മൊബൈൽ കൊണ്ട് ഗുണമൊന്നുമില്ല, എത്ര വില കൂടിയതായിട്ടും കാര്യമില്ല. ചില മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി വളരെ ത്യാഗത്തോടെ പ്രാർത്ഥിക്കുന്നു, വളരെ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നു. പക്ഷേ ഈ മക്കൾ ഒരു നന്മ നിറഞ്ഞ് പറയാൻ പോലും തരുന്നില്ല. ഞാൻ ഒരിക്കലും എൻ്റെ ഒരു ജീവിതത്തിൽ, എൻ്റെ അനുഭവത്തിൽ ഒരു സഹോദരി ഇങ്ങനെ 10-16 മണിക്കൂർ മക്കൾക്ക് വേണ്ടി വളരെ ത്യാഗത്തോടുകൂടെ പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ആ വിഷയം സംസാരിക്കാൻ വന്നപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ തമ്പുരാൻ മനസ്സിൽ പറയാണ്, കുടം കമത്തി വെച്ച് വെള്ളമൊഴിച്ചത് പോയായല്ലോ ഇന്നലത്തെ പ്രാർത്ഥന എന്ന് പറയും. കുടം കമത്തി വെച്ച് വെള്ളമൊഴിച്ചാൽ എത്ര കഴിവുള്ളവൻ ഒഴിച്ചിട്ട് ഒരു കാര്യമില്ലല്ലോ. എന്തുകൊണ്ട് എന്ന് ഞാൻ ഈ സഹോദരിക്ക് വിടർത്തി പറഞ്ഞു കൊടുത്തു. തമ്പുരാൻ എങ്ങനെയാണ് പറയണേ, മോൾ ഇന്നലെ ഈ പ്രാർത്ഥന സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അല്പനേരമെങ്കിലും, ഒന്നും വേണ്ട, ഒരു നന്മ നിറഞ്ഞ പറയുമെങ്കിലും രാവിലെ 6-നും രാത്രി 12-നും ഇടയിൽ ചൊല്ലിയോ എന്ന് ചോദിക്കണം. കുർബാന കഴിഞ്ഞ് പോയ അമ്മ മോളെ വിളിച്ച് വിശേഷം ചോദിച്ചപ്പം അവൾ ഇന്നലെ തിരക്ക് കാരണം 1 മിനിറ്റ് പോലും പ്രാർത്ഥിച്ചിട്ടില്ല. എത്ര കൃത്യമാണെന്നോ തമ്പുരാൻ്റെ ഇടപെടൽ. തമ്പുരാൻ വ്യക്തതയോടുകൂടിയിട്ട് ഇന്നും ഓരോ മാതാപിതാക്കളോടും പറയാണ്, കോവിഡ് എന്ന മഹാദുരന്തം വഴിയായിട്ട് അറിഞ്ഞുമറിയാതെയും നിങ്ങളുടെ കൈവശമുള്ള മക്കളും നിങ്ങളുടെ കൈവശമില്ലാതെ അകലങ്ങളിൽ കഴിയുന്ന മക്കളും സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ടോ താല്പര്യക്കുറവ് കൊണ്ടോ ദേവാലയത്തോടും ആത്മീയതയോടും കുമ്പസാരത്തോടും കൂദാശകളോടുമൊക്കെ വൈമുഖ്യം കാണിക്കുക വഴി അറിയാതെ അവർ ദൈവത്തിൻ്റെ നെറ്റ്വർക്കിൽ നിന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് മാറിപ്പോയി. സിം ഒരു കൈപ്പിടിച്ചിരിക്കുക. ഇനി തീക്ഷ്ണതയോടുകൂടിയിട്ട് ഈ കാലത്തെ അതിജീവിച്ചുകൊണ്ട് മാതാപിതാക്കൾ വീണ്ടും അവരെ കൂട്ടിക്കൊണ്ട് ദേവാലയത്തിലേക്കും കുമ്പസാരക്കൂട്ടിലേക്കും ആത്മീയതയിലേക്കും കൊണ്ടുവന്നിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ വീണ്ടും തീക്ഷ്ണതയോടുകൂടെ ചെയ്തു കൊടുത്താൽ ഈ നെറ്റ്വർക്ക് വീണ്ടും ആക്ടിവേറ്റ് ചെയ്യപ്പെടും. മാതാപിതാക്കൾ ഇത് ചെയ്യണം. നിഷ്ഠയോടുകൂടിയിട്ട് ആത്മീയ ജീവിതത്തിൽ മക്കൾ വഴിതെറ്റുന്നില്ല എന്ന് ഉറപ്പ് വരുത്തണം. അതുകൊണ്ടാണ് പൂർവ്വ യോസേപ്പ് പാപം ചെയ്യാനായിട്ട് പൊത്തിഫറിൻ്റെ ഭാര്യയോടൊപ്പവും മറ്റു പല വിധത്തിലും സാധ്യതകൾ ഉണ്ടായിരുന്നപ്പോഴും ദൈവം കാണുന്നുവെന്ന അവബോധത്തോടു കൂടിയിട്ട്, ആരും കാണില്ല എന്ന് കരുതുമ്പോഴും ഒരു അദൃശ്യമായ ദൈവിക സ്വരം, എനിക്ക് വേണ്ടി ഒരു കാവൽമാലാഖയുടെ സാന്നിധ്യം, ഇതൊക്കെയുണ്ട് എന്ന് ബോധ്യമാണ്, പഠനമല്ല,
ബോധ്യത്തിൽ നിന്നുകൊണ്ട് ജീവിച്ചത്. അനേകം വിശുദ്ധർ വളരെ വ്യക്തതയോട് കൂടിയിട്ട് ഇത് പറയുന്നുണ്ട്. അവരൊക്കെ ജീവിതത്തിൽ സ്വീകരിച്ച ചൈതന്യം ഈ ചൈതന്യമായിരുന്നു. ദൈവത്തിൻ്റെ മുമ്പിൽ വിശ്വാസത്തിൻ്റെ, വിശുദ്ധിയുടെ, വിശ്വസ്തതയുടെ, അഭിഷേകത്തിൻ്റെ ചൈതന്യം. വിശുദ്ധ മരിയ കുര്യത്തിയൊക്കെ തൻ്റെ ജീവിതത്തിൻ്റെ വിശുദ്ധിയെ കളങ്കപ്പെടുത്താനായിട്ട് ഒരു കാരണവശാലും ഇടയാവില്ല എന്ന് മാത്രമല്ല, അതിനുവേണ്ടി ജീവൻ പോലും കൊടുക്കാൻ തയ്യാറായിക്കൊണ്ട് നമ്മെ അത്ഭുതപ്പെടുത്തി. കസാൻസാക്കിസിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു നോവലിനകത്ത് അഭിസാരിക താനുമായിട്ട് മോശമായ ബന്ധത്തിലാകാമെന്ന് പറഞ്ഞ് വരുമ്പോഴും കസാൻസാക്കിസ് പറയുന്ന ഒരു കാര്യമുണ്ട്. ദൈവം ഇതെല്ലാം കാണുന്നു, എന്നിട്ടാണ് അദ്ദേഹം ആ ഒരു ബന്ധത്തിൻ്റെ സാധ്യതയിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത്. അതിലേക്ക് നമുക്ക് വളരാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ദൈവം കാണുന്നു എന്നുള്ള അവബോധം, ഞാൻ ഇരിക്കണതും നടക്കണതുമൊക്കെ കാണുന്നുവെന്ന സങ്കീർത്തകൻ്റെ ഓർമ്മപ്പെടുത്തൽ പോലെ 127 സങ്കീർത്തനത്തിൽ പറയുന്നുണ്ടല്ലോ സങ്കീർത്തകൻ, നീ ഉറങ്ങാതിരുന്നിട്ടും കാവലിരുന്നിട്ടും ഒന്നും കാര്യമില്ല. ദൈവമാണ് ശരിക്കും ഞാൻ ഉറങ്ങുമ്പോഴും എനിക്ക് വേണ്ടി കാവലിരിക്കുന്നത് എന്ന് വചനം പറയുക മാത്രമല്ല, അതുള്ളിൽ തട്ടി വിശ്വസിക്കാനായിട്ട് കഴിയണം. അപ്പം ദൈവം കാണുമെന്ന ചിന്ത നമ്മുടെ ഉള്ളിൽ വളർന്നാൽ നാം കടന്നു പോകുന്ന 4 ആത്മീയ വിചാരങ്ങൾ കൂടെ ഇന്ന് ഹൃദയത്തിൽ കുറിക്കേണ്ടതുണ്ട്. ഒന്നാമത്തേത്, നമ്മുടെ കാഴ്ചപ്പാടുകൾ കുറേയും കൂടെ ഉന്നതമായിട്ട് മാറും. ദൈവം കാണുന്നു എന്ന് വെച്ചാൽ ഒരു ഔന്നത്യമുള്ള, നിലവാരം കൂടുതലുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരാൾ കാണുന്നു എന്നുള്ള അവബോധം ഒരു സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്നത് ഉന്നതമായ ഒരു കാഴ്ചപ്പാടാണ്. ഹെബ്രായ ലേഖനം 11:6 പറയും, ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം. എന്നുവെച്ചാൽ ദൈവത്തോട് ചേർന്ന് അവിടുത്തെ പ്രതിഫലത്തെക്കുറിച്ചുള്ള ബോധ്യത്തിൽ ജീവിക്കുന്നവരുടെ കാഴ്ചപ്പാടിൽ ഒരു ഡിഗ്രി കൂടുതലുണ്ടാവും. നമുക്കത് കൃത്യമായിട്ട് അറിയാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ദൈവം കാണുമെന്ന് കരുതിയിട്ട് ജീവിക്കാൻ തുടങ്ങുമ്പം ആ വ്യക്തികളുടെയൊക്കെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റം, ആത്മീയ മേഖലയിലൊക്കെ ഇങ്ങനെ നമ്മുടെ ചില ആത്മീയ പിതാക്കന്മാരൊക്കെ ഇങ്ങനെ ദൈവം കാണും, വേറെ ഒന്നുമില്ല, മനുഷ്യരൊന്നും കാണുകയില്ല, ദൈവം കാണും, ദൈവത്തിന് വേണ്ടി, ദൈവത്തെ പ്രതി എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുമ്പം അതൊന്നും വെറുതെ പറയല്ല, ഭംഗിവാക്ക് പറയല്ല, ഉള്ളിൽ തട്ടി അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുത്തു കഴിയുമ്പം അവരുടെ ശുശ്രൂഷകളും അവരോട് ബന്ധപ്പെട്ട മേഖലകളുമൊക്കെ ദൈവം പ്രതിഫലം കൊണ്ടും അഭിഷേകം കൊണ്ടും അനുഗ്രഹം കൊണ്ടും നിറയ്ക്കുന്നത് കാണാനായിട്ട് പറ്റും. അപ്പം കുഞ്ഞുങ്ങളിൽ നമ്മുടെ ജീവിതത്തിലും നിറയ്ക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഉന്നതമായൊരു കാഴ്ചപ്പാട്. അത് ഭൗതികമായ മേഖലയിൽ സ്ഥാനമാനങ്ങളിലും സമ്പത്തിലും അല്ലെങ്കിൽ തൊഴിൽ മേഖലയിലും ഒന്നും മാത്രമല്ല, ഈ ദൈവത്തെക്കുറിച്ചുള്ള ഉന്നതമായ ഒരു കാഴ്ചപ്പാട് സ്വന്തമാക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. രണ്ടാമത്തെ കാര്യം, പരാതിയില്ലാതെ സംതൃപ്തിയോട് കൂടിയിട്ട് ജീവിക്കാനായിട്ട് ദൈവമുണ്ട് എന്ന കാഴ്ചപ്പാട് നമ്മളെ സഹായിക്കും. എന്തിനും ഏതിനും പരാതി പറഞ്ഞ ചില ജീവിതങ്ങളുണ്ട്, ഒരു സംതൃപ്തിയില്ല, എന്നാ കിട്ടിയാലും മതിയാകില്ല, അയ്യോ അതില്ല ഇതില്ല അത് കൊടുക്കും മറ്റതില്ല, എപ്പോഴും ഒരു പക്ഷേ ചേർത്തുകൊണ്ട് ജീവിതത്തിൽ പറയുന്ന ഒരു തൃപ്തിയില്ലാത്ത ജീവിതം. പക്ഷേ ഈ ദൈവം കൂടെയുണ്ട് എന്ന്, ദൈവം കാണുന്നുണ്ട് എന്ന് അവബോധത്തിലേക്ക് എത്തിക്കഴിയുമ്പം ഒരു വ്യക്തിയിൽ നിറയണ പ്രത്യേകതയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണത് സംതൃപ്തിയുടെ ജീവിതമാണ്. അവരുടെ സംസാരത്തിലും പെരുമാറ്റത്തിലുമൊക്കെ ഒരു സംതൃപ്തി ഉണ്ടാവും. മലയാളി ആവർത്തിച്ച് ഉപയോഗിക്കുന്ന വാക്ക് തന്നെ കുഴപ്പമില്ല എന്നുള്ള വാക്കാണ്. എത്ര അപകടം പിടിച്ചൊരു വാക്കാണെന്നറിയണ്ടേ. ഒരു തൃപ്തിയില്ല അതിൻ്റെ പുറകിൽ, പറച്ചിലിൽ തൃപ്തിയില്ല. മറിച്ച് ജീവിതത്തിലായിരിക്കുന്ന അവസ്ഥയെ അംഗീകരിച്ചുകൊണ്ട് എന്നോട് ആരെങ്കിലും എന്തുണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ച് ഞാൻ പറയുന്നത് സുഖമായി, സന്തോഷമായി, അനുഗ്രഹത്തോടെ ജീവിക്കും. അത് പറയുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ നിറയുന്ന ഒരു അഭിഷേകമുണ്ട്, അത് കേൾക്കുന്നവരിലേക്ക് കൈമാറുന്ന ഒരു അനുഗ്രഹമുണ്ട്. അതിന് പകരം അങ്ങനെയൊക്കെ പോണ്, ഒത്തിരി സങ്കടത്തോട് കൂടി, സങ്കടം ഉണ്ടായിട്ടൊന്നുമല്ല, അത് സാമ്പത്തികമായിട്ടും മറ്റു രീതിയിലും എല്ലാ തരത്തിലും ഞാൻ ചില ആളുകളോടൊക്കെ ആവർത്തിച്ച് പറഞ്ഞു കൊടുക്കുന്നൊരു കാര്യമാണ്. ഒരു പ്രതീക്ഷയില്ലാത്ത ജീവിതത്തിൽ നിന്നും ഒരു സംതൃപ്തിയുടെ ജീവിതത്തിലേക്ക് നമ്മൾ തന്നെ മാറണം. കുടുംബത്തിലും സമൂഹത്തിലും ജോലി ചെയ്യുന്ന ഇടങ്ങളിലും എവിടെയായിരുന്നാലും മാസ്കൊക്കെ വെക്കണതുകൊണ്ട് സംതൃപ്തിയുടെ പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലുകൾ മറയ്ക്കപ്പെടുന്നത് കൊണ്ട് വലിയ കുഴപ്പമുണ്ടാവില്ല. പക്ഷേ ഒരു കാര്യം അറിയണം, ഒരു സംതൃപ്തിയുടെ ജീവിതം, അത് സംതൃപ്തിയുള്ളവനെ തേടി പണ്ട് രാജാവ് അളവിട്ടതുപോലെ രാജാവിൻ്റെ രോഗസൗഖ്യത്തിന് വേണ്ടിയിട്ട് സംതൃപ്തിയുള്ളവനെ തേടി ലോകം മുഴുവനും രാജകിങ്കരന്മാരളഞ്ഞിട്ട് അവരവസാനം ഒരു മതിലിനപ്പുറം നിൽക്കുന്ന ഒരു മനുഷ്യനോട് വിളിച്ചു ചോദിച്ചു, തനിക്കുണ്ടോ സംതൃപ്തി? അവൻ പറഞ്ഞു എനിക്കുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ തൻ്റെ ഒരു തുണിത എന്ന് പറഞ്ഞ് നോക്കുമ്പോഴാണ് അവൻ തുണി പോലും ഇല്ലാത്തവന്. ഇതാണ് അവസ്ഥ.
സംതൃപ്തി എന്നൊക്കെ പറയണത് പരാതികളില്ലാത്ത, പരിഭവങ്ങളില്ലാത്ത ഒരു നിലപാട്. അതുകൊണ്ടാണ് ഫിലിപ്പിയ ലേഖനം 2:14 പറയും, എല്ലാ കാര്യങ്ങളും മുറുമുറുപ്പ് കൂടാതെ തർക്കമില്ലാതെ ചെയ്യണം. അങ്ങനെ അതാണ് പരാതിയില്ലാത്ത. ദൈവം തന്നു, ദൈവത്തിൻ്റെ അനുഗ്രഹം, ജോബ് പറഞ്ഞ പോലെ. മൂന്നാമത്തെ കാര്യം, മുൻവിധികളില്ലാതെ, ഒരു പ്രജഡ്യൂസ്ഡ് കാഴ്ചപ്പാട്. മത്തായി സുവിശേഷം 7:1 പറയും, വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത്. മറ്റൊരാളെ വിധിക്കാൻ, അവൻ്റെ കണ്ണിലെ തടിക്കഷ്ണം കരടെടുക്കാൻ വേണ്ടി എൻ്റെ തടിക്കഷ്ണമുള്ള കണ്ണുമായി നടക്കേണ്ടത് അപകടം പിടിച്ച പണിയാണ്. അപ്പോസ്തലപ്രവർത്തനം 10:34 പത്രോസ് പറയുന്നുണ്ട്, ഞാൻ മനസ്സിലാക്കുന്ന ദൈവം തിരിച്ച് വ്യത്യാസം കാണിക്കാത്ത ദൈവം, തിരിച്ച് വ്യത്യാസം കാണിക്കാത്തൊരു ദൈവമാണ് എൻ്റെ ദൈവം. അതുകൊണ്ട് ദൈവത്തിന് മുൻവിധികളില്ല പ്രിയപ്പെട്ടവരെ. നീ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നെ തുറന്നു വെച്ചാൽ, നീ ആയിരിക്കുന്ന അവസ്ഥയെ അംഗീകരിച്ചാൽ, കുറവ് പറ്റിയെങ്കിൽ, തെറ്റിപ്പോയ നെറ്റ് പറഞ്ഞാൽ നിൻ്റെ കൂടെ നിൽക്കുന്നൊരു ദൈവമുണ്ട്. അപ്പം ഈ എല്ലാം കാണുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു പ്രത്യേക വികാരം, മുൻവിധിയില്ലാത്ത ദൈവമാണ്. നമുക്കും ആരെയും വിധിക്കാൻ അവകാശമില്ല. യോഹന്നാൻ 7:24 പറയും, പുറമേ കാണുന്നതനുസരിച്ച് വിധിക്കാതെ നീതിയായിട്ട് വിധിക്കുക. പുറമേ കാണുന്നത് വെച്ചിട്ട് വിധിക്കാതെ നീതിയായിട്ട് വിധിക്കുക. ആരെയെങ്കിലും വിധിക്കുന്നുണ്ടെങ്കിൽ അത് പുറമേ കാണണ ചില അടയാളങ്ങളുടെ പേരിൽ, ചിലരൊക്കെ നല്ലത്, ചിലരൊക്കെ മോശം, അവിടെ നിന്ന് വന്നാൽ കൊള്ളിയല, ഇവിടെ നിന്ന് വന്നാൽ കൊള്ളിയല, ആ ദേശം ശരിയല്ല, അവിടെയുള്ള, അങ്ങനെ ഒരു ജനറലൈസ് ചെയ്ത് പറയുന്നൊരു സംസ്കാരത്തിൽ നിന്നും കുറേയും കൂടെ മുൻവിധിയില്ലാതെ ആയിരിക്കും പോലെ സ്വീകരിക്കാൻ കഴിയുന്ന നിലപാടിലേക്ക് വളരാനാവട്ടെ. നാലാമത്തെ കാര്യം, ദൈവം കാണുന്നുവെന്ന് അവബോധം ഉണ്ടാകുമ്പം സമർപ്പിക്കാനുള്ളൊരു ആഗ്രഹം ഉണ്ടാവും, വിട്ടുകൊടുക്കാൻ. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 4:7 പറയും, ദൈവത്തിന് വിധേയരായിരിക്കണം. 4:8 പറയും, ദൈവത്തോട് ചേർന്ന് നിൽക്ക്, നിന്നോടും അവിടെ ചേർന്ന് നിൽക്കും. അപ്പോൾ ഇങ്ങനെയൊരു നിലപാടിലേക്ക് നമുക്ക് വളരാൻ പറ്റും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പം എൻ്റെ അവബോധങ്ങളെ, എൻ്റെ അകക്കാമ്പിനെ, എൻ്റെ ആന്തരികതയെ ഒരു സ്ക്രീനിൽ നിന്നോണം കാണുന്നൊരു ദൈവത്തിൻ്റെ മുമ്പിലാണ് ജീവിക്കണേ. ഒന്നും മറയ്ക്കാൻ പറ്റില്ല പ്രിയപ്പെട്ടവരെ. ഈ മറച്ചു വയ്ക്കാൻ കഴിയില്ല എന്നറിയുമ്പം മറയ്ക്കാനൊന്നുമില്ലാതെ ജീവിക്കാൻ പഠിക്കുക എന്നതാണ് വിജയകരമായ നിലപാട്. അല്ലാതെ ഓടി രക്ഷപ്പെടുകയല്ല, ഒഴിഞ്ഞു മാറുകയല്ല, തലമറിഞ്ഞ് നിൽക്കുക എന്നല്ല. ചില ആൾക്കാരൊക്കെ ഇങ്ങനെ കുർബാനയ്ക്കും പ്രാർത്ഥനയ്ക്കും ഒക്കെ അത്ര ശരിയല്ലാത്തവർ, പന്തിയില്ലാത്തവർ, ഇച്ചിരി അസ്വസ്ഥതയുള്ളവരിങ്ങനെ ആളുകളുടെ തല നോക്കി മാറുന്നതൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ കൃത്യമായിട്ട് അവർ കണ്ണിൽ പെടാതെ നോക്കും, മുഖത്തേക്ക് നോക്കാതിരിക്കും. ചില വീടുകളിലും ശുശ്രൂഷയോടൊക്കെ ബന്ധപ്പെട്ട് ചെല്ലുന്ന സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്ന വ്യക്തികളെയൊക്കെ കാണാനിട വന്നിട്ടുണ്ട്. അതിൻ്റെ പുറകിലെ കാരണം അവർക്ക് ദൈവം കാണുന്നുവെന്ന അവബോധമില്ല, അവരുടെ ഉള്ളിൽ ഈ കാഴ്ചയുടെ മുമ്പിൽ നിന്നും മാറാനുള്ള ആഗ്രഹമുണ്ട്. അവസാനിപ്പിക്കുകയാണ്, ഈ അവബോധങ്ങൾക്ക് മുമ്പിൽ ദൈവം കാണുന്നു. ദൈവത്തിലൂടെ അനുഗ്രഹം കൈമാറി ഏറ്റെടുത്ത മാതാപിതാക്കളും അവരുടെ തുടർച്ചകളായുള്ള സഹോദരങ്ങളും ചുറ്റുപാടുമുള്ളവരുമൊക്കെ എൻ്റെ ജീവിതത്തെ കാണുന്നു. അവരെയൊക്കെ വെറുപ്പിച്ചും അവരെയൊക്കെ തള്ളിപ്പറഞ്ഞും എനിക്കെങ്ങനെ അനുഗ്രഹം പ്രാപിക്കാൻ കഴിയും? അതുകൊണ്ടാണ് അനുഗ്രഹത്തിൽ നിന്നും അകലത്തിലാകുന്ന ഇത്തരം വഴികളെ ഉപേക്ഷിക്കാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, ഉന്നതമായ കാഴ്ചപ്പാടുള്ള ദൈവം കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടുകൾ ഉന്നതമാകും. പരാതിയില്ലാതെ സംതൃപ്തി നമ്മുടെ ഉള്ളിൽ നിറയും. മുൻവിധിയില്ലാതെ ജീവിക്കാൻ പറ്റും. സമർപ്പിക്കാനുള്ള വെളിച്ചം കിട്ടും. കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കരങ്ങൾ കൂപ്പാം. കർത്താവേ, ദൈവം കാണുന്നുണ്ടല്ല. ദൈവത്തിൽ നിന്നും മാതാപിതാക്കൾ ഈ കാഴ്ചപ്പാടുകൾ, ഈ ദർശനങ്ങൾ ഏറ്റുവാങ്ങുന്നുണ്ട്. ഞങ്ങളിലേക്കും ചുറ്റുപാടിലേക്കും ഈ ബോധ്യം തരണേ. ദൈവത്തെ പറ്റിക്കാൻ പറ്റിയല്ല. അതുപോലെ മാതാപിതാക്കളും പറ്റിക്കപ്പെടാതിരിക്കാൻ അവർക്കും ദൈവത്തിൽ ഉറപ്പുള്ള കരങ്ങൾ ചേർത്ത് പിടിച്ച് അനുഗ്രഹം പ്രാപിക്കാൻ കൃപ ചോദിക്കാം. നല്ല ബന്ധങ്ങളുണ്ടാവട്ടെ. ഈ ബോധ്യത്തിൽ കയേന് പറ്റിയ അപകടത്തെ അതിജീവിച്ചുകൊണ്ട് നമുക്കും അനുഗ്രഹീതരാകാൻ പ്രാർത്ഥിക്കാം. എല്ലാം ദൈവം അനുഗ്രഹമാക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.